Plum in the skincare products pole makeup products worth it ആണോ അല്ലയോ? Let's find it out. Hi guys, welcome back to my channel. എൻ്റെ പേര് അഞ്ജു. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ you're most welcome to my channel. ഇന്ന് ഞാൻ ഈ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പ്ലമ്മിൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. So as the title suggests, നമ്മൾ ഇന്ന് ടെസ്റ്റ് ഔട്ട് ചെയ്യാൻ പോകുന്നത് പ്ലമ്മിൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ്. Honestly speaking, പ്ലമ്മിൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് സ്ലൈറ്റ്ലി ഒരു എക്സ്പെൻസീവ് സൈഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഒരു മിഡ് റേഞ്ച് ഐ വുഡ് സേ. സോ ഓഫർ ടൈമിൽ ഗ്രാബ് ചെയ്യാൻ നോക്കുക. കൂപ്പൺ കോഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഓൾമോസ്റ്റ് 12 പ്രോഡക്ട്സ് ആണ് അണ്ടർ 1000 റുപ്പീസ് കിട്ടിയത്. സോ ഈ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും പ്രോഡക്ട്സ് വാങ്ങിക്കണം തോന്നുകയാണെങ്കിൽ ഓഫർ ടൈമിൽ ഈ കോഡ് യൂസ് ചെയ്ത് വാങ്ങിക്കാം. ഞാൻ 1-2 പ്രോഡക്ട്സ് ഓൾറെഡി മുന്നേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ പെർട്ടിക്കുലർ വീഡിയോ ഞാൻ ഒരിക്കൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഔട്ട്കം ആൻഡ് അതിൻ്റെ ഒരു ഫുട്ടേജ് എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഐ ആം റീഷൂട്ടിങ് ഇറ്റ് അഗെയിൻ. സോ എനിക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉണ്ട് ഹൗ ദി പ്രൊഡക്ട്സ് വർക്ക്. സോ നമുക്ക് വേഗം ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ബിഫോർ വി സ്റ്റാർട്ട് ടെസ്റ്റിംഗ് ഔട്ട് പ്ലം മേക്കപ്പ് പ്രൊഡക്ട്സ്, ഞാൻ ഓൾറെഡി എൻ്റെ ബേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പ്ലമ്മിൻ്റെ ബേസ് മേക്കപ്പ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് പ്രൈമറും ഫൗണ്ടേഷനും കൺസീലറും കോമ്പാക്റ്റും ഒക്കെ ഉണ്ട്. എൻ്റെ സ്കിൻ ടൈപ്പിന് പറ്റുന്ന പ്രൊഡക്ട്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും വാങ്ങിച്ചിട്ടില്ല. ആൻഡ് കോമ്പാക്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ അതൊരു ട്രാജഡിയാണ്. ഞാൻ ആദ്യം ഓർഡർ ചെയ്ത കോമ്പാക്റ്റ് കംപ്ലീറ്റ്ലി ബ്രോക്കൺ പീസസ് ആയിട്ടാണ് വന്നത്. ഫുൾ ഷാറ്റേഡ് ഒരു മെസ്സായിട്ടാണ് വന്നത്. ഞാൻ കസ്റ്റമർ കെയറിൽ ഇൻഫോം ചെയ്ത് അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് വന്നതും എഗെയിൻ പിന്നെയും പൊട്ടിത്തകർന്നാണ് വന്നത്. സോ അത് യൂസ് ചെയ്യാൻ പറ്റിയൊരു അവസ്ഥയിലല്ല ഉള്ളത്. ഞാൻ ഫിക്സ് ചെയ്യാൻ നോക്കിയെങ്കിലും ഇറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ. നല്ല ഷെയ്ഡായിരുന്നു. ആൻഡ് പൊടി ഒന്ന് ഞാൻ തൊട്ടൊക്കെ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഫൈനലി മിൽഡാണ്, പക്ഷെ കുറച്ച് കവറേജ് തരുന്ന പോലത്തെ ഒരു കോമ്പാക്റ്റ് ആയിട്ടാണ് തോന്നിയത്. സോ ദാറ്റ് ഈസ് ദാറ്റ്. നമുക്ക് ഐ മേക്കപ്പ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഐബ്രോസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഓൾറെഡി ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഞാൻ പ്ലമ്മിൽ നിന്ന് മേടിച്ച ഐബ്രോ പ്രോഡക്റ്റ് ഒരു ദുരന്തമായിരുന്നു. ഓക്കെ, സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഇത് പ്ലമ്മിൻ്റെ ഐസ് വെയർ ബൈ ബ്രോ ഡിഫൈനർ പ്രോഡക്റ്റാണ്. വൺ സൈഡ് ഒരു റിട്രാക്റ്റബിൾ ബ്രോ പ്രോഡക്റ്റും മറ്റേ സൈഡിൽ ഒരു സ്പൂലി ആയിട്ടാണ് വരുന്നത്. ദി പാക്കേജിങ് ഇസ് ഗ്രേറ്റ്, പക്ഷേ ദി പ്രോഡക്റ്റ് ഇസ് എ വേസ്റ്റ് പ്രോഡക്റ്റ് ഐ വുഡ് സേ. ഇത് ആഷ് ബ്ലാക്ക് ഷെയ്ഡിലാണുള്ളത്. പക്ഷേ ആസ് യു ക്യാൻ സീ ഇതിന് പിഗ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം ഇല്ല. ഇറ്റ്സ് ലൈക്ക് കംപ്ലീറ്റ്ലി ഡ്രൈഡ് ഔട്ട്. ഇത്രയെങ്കിലും പിഗ്മെൻറ്റ് വരുന്നത് ഞാൻ ഭയങ്കര ഹാർഷായിട്ട് റബ്ബ് ചെയ്യുമ്പോഴാണ്. നമുക്ക് ഒബ്വിയസ്ലി നമ്മുടെ ഐബ്രോസിൽ ഇങ്ങനെ ഇട്ട് റബ്ബ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ദിസ് തിങ് ഇസ് എ ഫെയിലിയർ ഫോർ മീ. നമ്മളെപ്പോഴും ഐബ്രോസിൽ വർക്ക് ചെയ്യുമ്പോൾ ലൈറ്റ് സ്ട്രോക്സ് ആയിട്ടൊക്കെയാണ് വർക്ക് ചെയ്യുക, വെയർ ദിസ് ഡസൻറ്റ് ഗിവ് എനി സോർട്ട് ഓഫ് പിഗ്മെൻറ്റ്. സോ എനിക്ക് തോന്നുന്നു ഇതൊരു ഫെയിലിയർ പ്രോഡക്റ്റ് ആയിരുന്നു. ഇനി എനിക്ക് കിട്ടിയ പ്രോഡക്റ്റിൻ്റെ പ്രശ്നമാണോ അതോ ഈ പ്രൊഡക്റ്റേ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. സോ ഇഫ് യു ഗൈസ് ഹാവ് യൂസ്ഡ് ദിസ്, പ്ലീസ് കമൻറ്റ് ഡൗൺ ബിലോ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. സോ എനിക്ക് കിട്ടിയ എന്തായാലും ഇതുപോലത്തെ ഡ്രൈഡ് ഔട്ട് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. യൂസർ ഫ്രണ്ട്ലി അല്ലായിരുന്നു. സോ ദിസ് ഇസ് എ ഡിസപ്പോയിൻമെൻറ്റ്. ഇനി നമുക്ക് ഐ ഷാഡോ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇത് പ്ലമ്മിൻ്റെ ഇൻ യോർ എലമെൻറ്റ് ഐ ഷാഡോ പാലറ്റ് ആണ്. ദിസ് ഇസ് ഇൻ ദി വേരിയൻറ്റ് സ്പേസ്. ഓക്കെ, എഗെയിൻ ഇതും ലൈറ്റായിട്ട് പൊട്ടിയിട്ടാണ് വന്നത്. ഇവിടെ ചെറിയൊരു ക്രാക്ക് ഉണ്ടായിരുന്നു ആൻഡ് ആ ഒരു പൊടി മെസ്സായിട്ടുണ്ടായിരുന്നു. മെയിൻലി പിങ്ക്സ് ഉള്ളൊരു പാലറ്റ് ആട്ടോ ഇത്. ബിക്കോസ് ഇതിപ്പോൾ നമ്മൾ കാണുമ്പം ടെറക്കോട്ട ഷെയ്ഡായിട്ട് തോന്നിയാൽ പോലും ദിസ് ഇസ് നോട്ട് ആക്ച്വലി എ ടെറക്കോട്ട ഷെയ്ഡ്. ഞാൻ ഇത് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇതാ, ഇത് സ്വാച്ച് ചെയ്ത് കഴിയുമ്പം കുറച്ചുകൂടി ഒരു പിങ്ക്, ഒരു ഡാർക്ക് പിങ്ക് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. പക്ഷെ ഇതിൽ കാണുമ്പോൾ ഒരു ടെറക്കോട്ട ഷെയ്ഡാണ്. ഇതിൽ 3 മാറ്റ് ഷെയ്ഡ്സും 3 ഷിമർ ഷെയ്ഡ്സും ആണ് വരുന്നത്. ഷിമർ ഷെയ്ഡ്സ് ആർ റിയലി നൈസ്. നല്ലൊരു ഫോയിൽഡ് ഷിമർ ആണ്, പക്ഷേ ഫോൾ ഔട്ട്സ് ഉണ്ട്. സോ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് വി ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. ഇനി നമുക്ക് പേർപ്പിൾ ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം ഞാൻ ഈ ഒരു പേർപ്പിൾ ഷിമർ ഷെയ്ഡ് എടുത്തിട്ട് ലിഡിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ആസ് ഐ സെഡ് ബിഫോർ, നല്ലപോലെ ഫോൾ ഔട്ട്സ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു ട്രാൻസിഷൻ ഷെയ്ഡാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മാറ്റ് ഷെയ്ഡാണ് എടുക്കുന്നത്. ഇതിലിപ്പം ഈ ഒരു ഷെയ്ഡ് എടുക്കുമോ ഇതെടുക്കുമോ എന്നുള്ള കൺഫ്യൂഷനാണ്. ഓക്കെ, മേ ബി വിൽ ഡു ബോത്ത്. ലൈറ്റായിട്ട് നല്ല കേക്ക് ബാക്ക് ഉള്ളൊരു പ്രൊഡക്റ്റ് ആട്ടോ ഇത്. കണ്ടോ, നല്ലൊരു പൗഡറിയാണ്, പക്ഷേ ബ്ലെൻഡ് ആവുമോ എന്ന് ചോദിച്ചാൽ ബ്ലെൻഡ് ആവും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഒരു ബേസിക് ഐ ഷാഡോ ലുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഐ ഷാഡോനെ പറ്റി പറയുകയാണെങ്കിൽ ഷെയ്ഡ്സ് പ്രൊവൈഡഡ് ആർ നോട്ട് ദാറ്റ് ഗ്രേറ്റ് ഐ വുഡ് സേ. ഇതിൽ നല്ലൊരു ട്രാൻസിഷൻ ഷെയ്ഡിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ലൈറ്റ് ഒരു ഓറഞ്ചോ ലൈറ്റ് ഒരു ബ്രൗണോ അങ്ങനത്തെ ഷെയ്ഡ്സ് ഒന്നും ഇല്ല, വിച്ച് ഇസ് എ ഡ്രോബാക്ക് ഫോർ മീ. ഇനി ഫോൾ ഔട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ടു മച്ച് ഓഫ് ഫോൾ ഔട്ട്. നമ്മൾ ബേസ് മേക്കപ്പ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഐ ഷാഡോ യൂസ് ചെയ്താൽ ഇവിടെ ഒക്കെ ഫോൾ ഔട്ട് ഉണ്ടാവും. ആൻഡ് അത് ക്ലീൻ ചെയ്യൽ വേറൊരു കഷ്ടപ്പാടായി മാറും. സോ ദാറ്റ് ഈസ് ഓൾസോ ദെയർ.
Overall, I would say this is a decent palette, പക്ഷേ I do not think it's worth the money. MRP മെൻഷൻ ചെയ്തിരിക്കുന്നത് 899 rupees ആണ്. ഇതുപോലത്തെ 6 and 9 ഷെയ്ഡ് ഓഫ് ഐ ഷാഡോസ് ഉള്ള പാലറ്റ്സ് ഒക്കെ മാസിൻ്റെ സ്വിസ് ബ്യൂട്ടിയുടെ ഒക്കെ ഓൾമോസ്റ്റ് 300 ബിലോ റേഞ്ചിൽ അവൈലബിൾ ആണ്, വിച്ച് ആർ ലൈക്ക് ബ്യൂട്ടിഫുൾ ഐ ഷാഡോ പാലറ്റ്. സോ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഈ ഒരു പ്രൈസിന് ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് പ്ലമ്മിൻ്റെ ഈ ഒരു ഐലൈനർ ആണ്. ഇതൊരു ലാഷ് സീറം ഐലൈനർ ആണ് കേട്ടോ. സോ നമ്മുടെ ഐലാഷ് ഹെൽത്തിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു ഐലാഷ് ഐലൈനർ ആണിത്. ഇതിൻ്റെ ടിപ്പ് ഇതുപോലത്തെ ഒരു ബ്രഷ് ടിപ്പാട്ടോ, ഒരു സ്കെച്ച് ലൈനർ ടിപ്പാണ്. This is like the basic eyeliner look I could pull off. Coming to this particular eyeliner, നല്ലൊരു ബ്ലാക്ക് മാറ്റ് ഫിനിഷ് ഉള്ളൊരു ഐലൈനർ ആണ്. നല്ല പിഗ്മെൻറ്റഡ് ആണ്, നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്, വിച്ച് ഇസ് റിയലി നൈസ്. പക്ഷേ ഇതിൻ്റെ ടിപ്പ് ഒരു സ്കെച്ച് പെൻ കൈൻഡ് ഓഫ് ടിപ്പാണ്, വിച്ച് ഇസ് നോട്ട് സംതിങ് വെരി കംഫർട്ടബിൾ ഫോർ മീ. എനിക്ക് ആ ഒരു ബ്രഷ് കൈൻഡ് ഓഫ് ടിപ്പ് ഉണ്ടല്ലോ, ഇങ്ങനെ ബെൻഡ് ആവുന്ന ബ്രഷ് കൈൻഡ് ഓഫ് ടിപ്പാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ. നിങ്ങൾക്ക് ഇതുപോലത്തെ ഐലൈനർ ടിപ്പാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് യു വിൽ ലവ് ഇറ്റ്. പിന്നെ ലാഷ് സീറം പോലെയും പെർഫോം ചെയ്യും എന്ന് ഇവർ ക്ലെയിം ചെയ്യുന്നതുകൊണ്ട് മേ ബി ഇറ്റ്സ് ബെനിഫിഷ്യൽ ഫോർ അവർ ഐലാഷസ് ടു. നല്ലൊരു ഐലൈനർ ആണ് കേട്ടോ, നത്തിങ് ടു കംപ്ലെയിൻ അബൌട്ട്. എനിക്ക് പ്ലമ്മിൻ്റെ ഐ സ്വെയർ ബൈ കോൾ കാജലുണ്ട്. ഇതെൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റാണ് ആൻഡ് ഞാൻ പല വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇറ്റ് ഈസ് എ റിയലി നൈസ് ബ്ലാക്ക് ലൈനർ തന്നെയാണിത്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല ബ്ലാക്ക് ഡീപ്പ് ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ് ഇതിനുള്ളത്. ഇറ്റ്സ് എ റിയലി ഗുഡ് പ്രോഡക്റ്റ്. അത്യാവശ്യം സ്മഡ്ജ് പ്രൂഫ് ആയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് കാജൽ തന്നെയാണ്. സോ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ സം നൈസ് കാജൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് വൺ ഔട്ട്. ഇനി വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് മേക്കപ്പ് പ്രൊഡക്റ്റിലോട്ട് കിടക്കാം, വിച്ച് ഇസ് മസ്കാര. എൻ്റെ അടുത്ത് 2 ഡിഫറെൻറ്റ് മസ്കാരാസ് ഉണ്ട് അവരുടെ. ഐ സ്വെയർ ബൈ വോള്യൂം മസ്കാരയാണ് ആൻഡ് ദി നെക്സ്റ്റ് വൺ ഇസ് ദിസ് വൺ. ഇത് ലാഷ് ഡ്രാമ 4-in-1 ഓൾ മസ്കാരയാണ്. എനിക്ക് ജനറലി മസ്കാരാസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇഷ്ടപ്പെടുന്നത് വളരെ റെയർ ഒക്കേഷൻസിലാണ്. എനിക്ക് ജനറലി മസ്കാരാസ് ഇഷ്ടപ്പെടാറ് ഒരു 1 month ഓഫ് യൂസേജ് ഒക്കെ കഴിയുമ്പോഴാണ്. വെൻ ദി പ്രൊഡക്റ്റ് ഇൻ ദിസ് ഗെറ്റ്സ് എ ലിറ്റിൽ ഗൂപ്പി, കുറച്ച് തിക്കാകുമ്പോഴാണ് എനിക്കത് നല്ലപോലെ എൻ്റെ ലാഷസിൽ വർക്ക് ചെയ്യുന്ന പോലെ തോന്നാറുള്ളത്. സോ അതുകൊണ്ടാണ് ഞാനിത് കിട്ടിയപ്പോൾ തന്നെ ഒരു 1-2 പ്രാവശ്യം ട്രൈ ചെയ്ത്, പിന്നെ വീഡിയോ ചെയ്തപ്പോഴും 1 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ചുകൂടെ ഒന്ന് ഗൂപ്പി ആയിരിക്കണം. ഓക്കെ, സോ ഈ ഒരു സൈഡിൽ ഇതും മറ്റേ സൈഡിൽ ഇതും അപ്ലൈ ചെയ്ത് കാണിക്കാം, അപ്പം ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുമല്ലോ. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദിസ് വൺ. ആൻഡ് വോണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു അവർ ഗ്ലാസ് വോണ്ടിലാട്ടോ ഇത് വരുന്നത്. ഇത് നല്ലപോലെ ലാഷസിന് കോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഐ ഡു നോട്ട് സീ ദി വോള്യൂം ദാറ്റ് ഇറ്റ് ക്ലെയിംസ്. സോ ദാറ്റ് ഈസ് ദെയർ. പിന്നെ ഇതിൻ്റെ വോണ്ടിൻ്റെ ഷേപ്പ് കാരണം നമുക്ക് ടുവേർഡ്സ് ഇന്നർ കോർണറിലും ഈവൻ ലോവർ ലാഷ് ലൈൻസിലൊക്കെ അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. സോ ദാറ്റ് ഇസ് ദാറ്റ്. ഇനി നമുക്ക് അടുത്ത മസ്കാര ട്രൈ ചെയ്ത് നോക്കാം. ഇത് 4-in-1 എന്നാണ് ക്ലെയിം ചെയ്യുന്നത്. സോ ലെങ്ത്തും വോള്യൂമും കേളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു വോണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു അപ്ലിക്കേറ്ററിന് നല്ല ലെങ്ത് ഉണ്ടെങ്കിൽ ഈ ഒരു വോണ്ട് പാർട്ട് ചെറുതാട്ടോ, ഇച്ചിരിയേ ഉള്ളൂ. ആൻഡ് ഈവൻ ദി ബ്രിസിൽസ് ആർ ലൈക്ക് വെരി ടൈനി ബ്രിസിൽസ് ആണുള്ളത്. ഇതിൻ്റെ വോണ്ട് കുറച്ചുകൂടി ചെറുതായതുകൊണ്ട് നമുക്ക് ഇന്നർ കോർണേഴ്സിലും ലോവർ ലാഷ് ലൈനിലൊക്കെ അപ്ലൈ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ആൻഡ് ദി കൺസിസ്റ്റൻസി ഓഫ് ദിസ് ഹാസ് ബിക്കം ലിറ്റിൽ മോർ തിക്കർ. അപ്പം കുറച്ചുകൂടെ നല്ലപോലെ ലാഷസിനെ കോട്ട് ചെയ്ത് കേൾ ചെയ്ത് ലൈറ്റായിട്ടൊരു ലെങ്ത്തും വോളിയൂമും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ ഇത് രണ്ടിൽ ഏതാ ബെറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഐ വുഡ് സേ ദിസ് വൺ വർക്ക്സ് ബെറ്റർ ദാൻ ദിസ് വൺ. ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബ്ലഷാണ്. എൻ്റെ അടുത്ത് 2 ഡിഫറെൻറ്റ് ബ്ലഷസ് ഉണ്ട്. ഇത് ഒരു ഷിമറി ബ്ലഷ് ആണ് ആൻഡ് ദിസ് വൺ ഇസ് എ മാറ്റ് ബ്ലഷ്. ഓക്കെ, സോ നമുക്ക് ഈ സൈഡിൽ മാറ്റ് ബ്ലഷ് അപ്ലൈ ചെയ്യാം ആൻഡ് ഈ സൈഡിൽ നമുക്ക് ഷിമറി ബ്ലഷ് അപ്ലൈ ചെയ്യാം കേട്ടോ. മാറ്റ് ബ്ലഷിന് കിക്ക് ബാക്ക് കുറവാട്ടോ. നല്ലൊരു പീച്ച് ഷെയ്ഡാട്ടോ. ഈവൻ നമ്മുടെ ഡീപ്പ് ഡസ്കി മീഡിയം സ്കിൻ ടോണിനൊക്കെ ചേരുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ്, വിച്ച് ഇസ് റിയലി നൈസ്. നല്ലപോലെ പിഗ്മെൻറ്റഡ് ആണ്, അറ്റ് ദി സെയിം ടൈം ഡീപ്ലി മാറ്റാണ്. സോ ഇഫ് യു ലൈക്ക് മാറ്റ് ബ്ലഷസ് യു ക്യാൻ ഡെഫിനറ്റ്ലി check this one out. ഇനി നമുക്ക് ഷിമറി ബ്ലഷ് ട്രൈ ചെയ്യാം. ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് ബെയർ നെസസിറ്റി. നമുക്ക് ഭയങ്കര ലൈറ്റായിട്ട് എടുത്തിട്ട് ഒന്ന് ഡസ്റ്റ് ഓഫ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം.
നമുക്കിങ്ങനെ നോക്കിയാൽ മനസ്സിലാവും അത്യാവശ്യം നല്ല ഷിമറി ഒരു ഹൈലൈറ്റർ ഫിനിഷ് ഉള്ള ഒരു ഷെയ്ഡാട്ടോ ഇത്. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ഭയങ്കര ലൈറ്റ് ഹാൻഡ് കൊണ്ട് മാത്രം അപ്ലൈ ചെയ്യുക. ഇത് ഞാൻ എന്നെ പോലെ ടെക്സ്ചേർഡ് സ്കിന്നുള്ളവർക്ക് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല, ബിക്കോസ് ഇറ്റ് എംഫസൈസസ് ഓൺ ദാറ്റ് ടെക്സ്ചർ. അപ്പോൾ ഒരുപാട് സ്കിന്ന് ടെക്സ്ചേർഡ് ആയിട്ട് തോന്നും. നമുക്ക് നല്ലൊരു മാറ്റ് ബ്ലഷൊക്കെ അപ്ലൈ ചെയ്തിട്ട് മേ ബി കുറച്ചൊരു ഹൈലൈറ്റർ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ടൊന്ന് ആ മാറ്റ് ബ്ലഷിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ക്രീം ഓർ ലിക്വിഡ് ബ്ലഷസിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ഓഫ് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാമെന്നേ ഞാൻ പറയുള്ളൂ. ആസ് സച്ച് ഇതൊരു ബ്ലഷായിട്ട് അപ്ലൈ ചെയ്താൽ ഇറ്റ് ഇസ് വേ ടു ഷിമറി. നല്ല സ്മൂത്ത് ഫ്ലോലെസ് സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ യു ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട്. പക്ഷേ ടെക്സ്ചേർഡ് സ്കിന്നുള്ളവരാണെങ്കിൽ പ്ലീസ് സ്റ്റേ അവേ ഫ്രം ദിസ് ആൻഡ് ഗെറ്റ് ദി മാറ്റ് ബ്ലഷ്. മാറ്റ് ബ്ലഷ് ഇസ് മച്ച് മോർ ബെറ്റർ. കുറച്ച് ഇരുണ്ട് തുടങ്ങിയിട്ടുണ്ട്, മഴ വരാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങൾ ഞാൻ കാണുന്നു. സോ നമുക്ക് വേഗം വൈൻഡ് ഓഫ് ചെയ്യാം. ഇനി എൻ്റെ കയ്യിലുള്ളത് ലിപ് പ്രോഡക്ട്സ് ആണ്. 3 ഡിഫറെൻറ്റ് ലിപ് പ്രോഡക്ട്സ് എൻ്റെ അടുത്തുള്ളത്. ഫസ്റ്റ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദിസ് വൺ. ഇത് പ്ലമ്മിൻ്റെ ട്വിസ്റ്റ് ആൻഡ് ഗോ മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇതൊരു ലിപ് ക്രയോൺ ആട്ടോ, ഇൻ ദി ഷെയ്ഡ് ബ്രൗൺ ലെഗസി. ഇതൊരു റിട്രാക്റ്റബിൾ ലിപ് ക്രയോൺ ആണ്, വിച്ച് ഇസ് നൈസ്. ആസ് ദി നെയിം സജസ്റ്റ് ഇതൊരു ട്രൂലി മാറ്റ് ഷെയ്ഡ് തന്നെയാണ്. പക്ഷേ ഷെയ്ഡ് നെയിമും ഷെയ്ഡ് കളറും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഐ വിൽ ഷോ ദാറ്റ്. ഇതൊരു ട്രൂ ബർഗൻഡി റെഡ് മെറൂൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. സോ ഇഫ് യു ലൈക്ക് എ ബ്രൈറ്റ് ഷെയ്ഡ് ലൈക്ക് ദിസ് യു ക്യാൻ ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് വൺ ഔട്ട്. എൻ്റെ ലിപ്സിൽ ഇപ്പോൾ കുറച്ചൊരു ഗ്ലോസി സാറ്റിൻ മാറ്റ് പോലെ തോന്നുന്നത് ഞാൻ അതിൻ്റെ അടിയിൽ ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ആൻഡ് ഞാൻ ലിപ് ബാം റിമൂവ് ചെയ്യാൻ മറന്നുപോയി ഇതിടുന്നതിന് മുന്നേ. സോ അതുകൊണ്ടാണ് ലൈറ്റ് ഒരു ഗ്ലോസി ഫിനിഷ് തോന്നുന്നത്. പക്ഷേ ഇറ്റ്സ് എ ട്രൂ മാറ്റ് ഫോമുല. അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. സോ ദാറ്റ് ഇസ് ഓൾസോ ദാറ്റ്. നിങ്ങൾക്ക് ഇതുപോലത്തെ ബ്രൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടമാണെങ്കിൽ യു ക്യാൻ ട്രൈ ദിസ് വൺ ഔട്ട്. ഓർ എൽസ് നിങ്ങൾക്ക് ഇതിൽ വേറെ ഏതെങ്കിലും ഷെയ്ഡ്സും പിക്ക് ചെയ്യാം കേട്ടോ. നല്ല ഫോമുലയാണ്. നെക്സ്റ്റ് എൻ്റെ അടുത്തുള്ളത് ഈ ഒരു പ്രൊഡക്റ്റാണ്. ഇത് പ്ലമ്മിൻ്റെ ഡെർമ ഹ്യൂസ് വെൽവെറ്റ് ഹേസ് മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഞാൻ 10 ഡിഫറെൻറ്റ് പീച്ചി പിങ്കി കുറച്ച് ഡീപ്പായിട്ടുള്ള ലിപ് ഷെയ്ഡ്സ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കാണാൻ മറക്കണ്ട. അതിൽ കുറേ ബ്യൂട്ടിഫുൾ ലിപ് ഷെയ്ഡ്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് വാസ് വൺ എമംഗ് ദം. ആസ് ദി നെയിം സജസ്റ്റ് ഇതൊരു ബ്യൂട്ടിഫുൾ വെൽവെറ്റ് മാറ്റ് ഫിനിഷ് ഉള്ളൊരു ലിപ് പ്രോഡക്റ്റ് ആണ്. ആൻഡ് ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ബോൾഡ് ബ്രിക്ക് ആണ്. ഡസ്കി ഡീപ്പ് സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചേരാൻ പോകുന്ന ഒരു ഷെയ്ഡാണ്. എനിക്ക് വൺ ഓഫ് ദി റീസെൻറ്റ് ഫേവറേറ്റ് ലിപ് ഷെയ്ഡ് എന്ന് തന്നെ പറയാം. ഐ റിയലി ലൈക്ക് ദിസ് ഷെയ്ഡ് ആൻഡ് ദി ഫിനിഷ് ഇറ്റ് ഗിവ്സ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ദി ലാസ്റ്റ് പ്രൊഡക്റ്റ് ഐ ഹാവ് ഇസ് ദിസ് വൺ. ഇത് പ്ലമ്മിൻ്റെ ഗ്ലാസി ഗ്ലേസ് ലിപ് ലാക്കറാണ്. ഇതാണ് ലിപ് ഷെയ്ഡ് വരുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു മോവി കൈൻഡ് ഓഫ് ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ഡസ്കി ഡീപ്പ് മീഡിയം സ്കിൻ ടോൺ ഉള്ളവർക്ക് നല്ലപോലെ പിഗ്മെൻറ്റഡ് ആണ്. നല്ല ഗ്ലോസി ഫിനിഷാണ് തരുന്നത്. പക്ഷെ നല്ലപോലെ ട്രാൻസ്ഫറും ആവും. സോ ഇഫ് യു ഡു നോട്ട് മൈൻഡ് ദാറ്റ് ദെൻ യു ക്യാൻ ഗെറ്റ് ദിസ്. എനിക്ക് പേഴ്സണലി ലിപ് ലാക്കേഴ്സ് അത്ര ഒരു ഫേവറേറ്റ് ഫോമുലാസ് അല്ല. ദി റീസൺ ബീയിങ് ഇത് പല്ലിൽ ട്രാൻസ്ഫർ ആവാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ആൻഡ് ഇത് നല്ലപോലെ ട്രാൻസ്ഫർ ആവുന്നത് കൊണ്ടും കൂടെ എനിക്ക് ലിപ് ലാക്കേഴ്സ് ആർ നോട്ട് മൈ ഫേവറേറ്റ് കൈൻഡ് ഓഫ് ഫോമുല. സോ സെയിലിൽ വന്നപ്പോൾ ഐ തോട്ട് ഐ വിൽ ജസ്റ്റ് ഗിവ് ദിസ് വൺ ഷോട്ട്. ബട്ട് ഷെയ്ഡ് നല്ലപോലെ ഇഷ്ടമായിട്ടോ. എനിക്ക് ഒരു ബ്രൗൺ ലിപ് ലൈനറൊക്കെ ഇട്ടിട്ട് പെയർ ചെയ്യുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണിത്. ഒരു ഗ്ലോസി ഫിനിഷ് ഉള്ളതുകൊണ്ടും ട്രാൻസ്ഫർ ആവുന്നതുകൊണ്ടും ഇറ്റ്സ് നോട്ട് വെരി ലോങ് ലാസ്റ്റിംഗ്. സോ യു വിൽ ഹാവ് ടു റീഅപ്ലൈ. അപ്പോൾ ഇതാണ് നമ്മൾ പ്ലമ്മിൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലുക്ക് എന്ന് പറയുന്നത്. ഐ ലൈക്ക് ദിസ് ലുക്ക്. ഇറ്റ്സ് നൈസ്. പേർപ്പിൾ ഐ ഷാഡോ ഒന്നും ഞാൻ ജനറലി പുറത്തും ഇട്ടുകൊണ്ട് പോയില്ല. പക്ഷേ ഇതുപോലത്തെ എക്സ്പെരിമെൻ്റൽ ഐ ലുക്സ് ഒക്കെ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ടാൻ ഡീപ്പ് ഡസ്കി സ്കിൻ ടോണിനൊക്കെ നല്ലപോലെ ചേരുന്നൊരു ഷെയ്ഡാണ് പേർപ്പിൾ എന്ന് പറയുന്നത്. സോ യാ, ഐ ലൈക്ക് ദി ലുക്ക് that we have today. പ്ലമ്മിൻ്റെ മേക്കപ്പിനെ കുറിച്ച് ജനറലി ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ പ്ലമ്മിൻ്റെ എല്ലാ മേക്കപ്പ് പ്രൊഡക്ട്സിലും എന്തെങ്കിലും സ്കിൻ ബെനിഫിറ്റിംഗ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. സോ ദാറ്റ് ഇസ് ലൈക്ക് എ പ്ലസ് പോയിന്റ് ഐ വുഡ് സേ. പക്ഷേ ഐ തിങ്ക് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ വെച്ച് നോക്കാൻ നേരത്ത് ഐ തിങ്ക് ഇറ്റ്സ് സ്ലൈറ്റ്ലി എക്സ്പെൻസീവ്. ഇതിലേതെങ്കിലും പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗെറ്റ് ഇറ്റ് ഡ്യൂറിങ് ദി സെയിൽ ടൈം. ഓക്കെ, സോ ഇന്നത്തെ പ്രൊഡക്ട്സ് എനിക്ക് ഒരുവിധം കുറേ പ്രൊഡക്ട്സ് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ വാങ്ങിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. വി ഹാവ് മെനി അതർ ബെറ്റർ ഓപ്ഷൻസ് ഔട്ട് ദെയർ എന്ന് തോന്നിയിട്ടുള്ള പ്രൊഡക്ട്സാണ്. അതിൽ എനിക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്, പ്ലമ്മിൻ്റെ ഈ ഒരു വെൽവെറ്റ് ഹേസ് മാറ്റ് ലിപ്സ്റ്റിക്. കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് യുണീക്കാണ്. അറ്റ് ദി സെയിം ടൈം ദി ഷെയ്ഡ് ഇസ് റിയലി ബ്യൂട്ടിഫുൾ. സോ ഐ വുഡ് സേ ഇത് നിങ്ങൾക്ക് ഓഫർ ടൈമിൽ കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് യുവർ ഹാൻഡ്സ് ഓൺ ദിസ്.
പിന്നെ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന പ്ലമ്മിൻ്റെ ഈ ഒരു കാജലും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റാണ്. ആൻഡ് ഈ ഒരു മസ്കാരയും ഐ തിങ്ക് ഇറ്റ്സ് റിയലി നൈസ് ഫോർ ദി പ്രൈസ്. സോ ദിസ് ഇസ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ ഗൈസ്. ഐ ഹോപ്പ് യു ഗൈസ് ഫൗണ്ട് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും